അപ്പൊ നമുക്കിവിടെ കാണാം വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിന്റെ സ്പോട്ടായി മാറിയിട്ടുണ്ട്. പൈപ്പിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പുതുതായിട്ട് കോൺക്രീറ്റ് ചെയ്തതാണ്. അതായത് പുതിയ കോൺക്രീറ്റ് ആണ് കാണുന്നത് ഇവിടെ ഇങ്ങനെ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പൈങ്കണ്ണൂരാണ്. പൈങ്കണ്ണൂർ മുതൽ പാണ്ടികശാല വരെ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് വർക്കുകൾ കഴിയാത്ത ഭാഗങ്ങൾ ഉണ്ടായിരുന്ന അവിടെയൊക്കെ പുതുതായിട്ട് വീണ്ടും വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇതാണ് പൈങ്കണ്ണൂർ വന്നിട്ടുള്ള ഓവർപാസ്. ഓവർപാസിന്റെ ഉള്ളിലുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ പോകുന്നത് നമുക്കറിയാം. അപ്പൊ ഇവിടെ കുറച്ച് ഭാഗത്ത് ക്രഷ് ബാരിയറിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ലേന്ന് അതിന്റെ സൈഡിലുള്ള അതിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അടുത്തൊന്ന് പോയി നോക്കാം. ഇവിടെ ബോർഡുകളൊക്കെ വെച്ച് കാണാം. നമുക്ക് ഗുരുവായൂര്, തൃശ്ശൂര്, കൊച്ചി പറഞ്ഞിട്ടുള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഗുരുവായൂർ 47, 58, തൃശ്ശൂര്, കൊച്ചി 136. അപ്പൊ നമുക്ക് അടുത്ത് പോയി നോക്കാം. അവിടെ കോൺക്രീറ്റിന്റെ ക്രാഷ് ബാരിയർ ആണ് കൊടുക്കുന്നത്. കോൺക്രീറ്റിന്റെ ക്രാഷ് ബാരിയർ ആയതുകൊണ്ട് നമുക്ക് അവിടെ അടുത്ത് പോയി നോക്കാം. കുറച്ച് സമയമെടുക്കും, പെട്ടെന്ന് വർക്ക് തീരുന്ന സംഭവമല്ല. ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഒക്കെ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും ലൈറ്റുകളൊക്കെ വെച്ചതായി കാണുന്നുണ്ട്. ഇവിടെയാണ് ക്രഷ് ബാരിയറിന്റെ വർക്ക് നടക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ഇനി പാണ്ടികശാല ഭാഗത്തേക്ക് പോകുന്ന വഴിയിലൊക്കെ കുറെ ഭാഗത്ത് ക്രഷ് ബാരിയറിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ലേന്ന്. അപ്പൊ നമുക്ക് ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് പുതിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ ഭാഗത്തൊക്കെ വെള്ളം ഒഴുകി വരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് വലിയൊരു കുന്നു പോലുള്ള ഒരു ഭാഗമായിരുന്നു. ആ ഭാഗത്തു നിന്നൊക്കെ മണ്ണെടുത്ത് വെട്ടി താഴ്ത്തിൻ്റെ ശേഷമാണ് ഹൈവേ വർക്ക് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭാഗത്തു നിന്നൊക്കെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബോട്ടിൽ മാത്രം എടുത്തിട്ട് യാത്ര ചെയ്താൽ മതി. കുടിവെള്ളത്തിന് സൈഡിൽ നിർത്തി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള വെള്ളം കിട്ടും. ഇവിടെ ക്രഷ് ബാരിയറിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെയുള്ള ബോർഡിൽ കാണുന്നത് കോഴിക്കോട് 65, കണ്ണൂര് 136, കാസർഗോഡ് 240. ഇതിന്റെ മുകളിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. അവിടെ ഇപ്പോൾ അവരെ വർക്ക് മെഷീന് സിമെന്റിന്റെ വണ്ടി വന്നതുകൊണ്ടാണ് അവിടെ ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ട് ഇപ്പോൾ. അപ്പൊ നമുക്ക് ഇനി മുന്നോട്ടുള്ള ഭാഗത്തൊക്കെ പോയി നോക്കാം. അവിടെ ഒരു എക്സിറ്റ് ഉണ്ടായിരുന്ന ഹൈവേയിലേക്ക്, അതൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നോക്കാം. ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ ഡ്രമ്മൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ ക്ലീനിങ് നല്ലോണം നടക്കാനുണ്ട്. ഇവിടെ കാണാൻ വേസ്റ്റ് നിറഞ്ഞെടുക്കണം. അങ്ങനെയുള്ള ക്ലീനിങ് വർക്കുകളൊക്കെ നടക്കാനുണ്ട്. അതൊക്കെ പതുക്കെ ചെയ്യുമായിരിക്കാം. ഇവിടെയൊക്കെ പുതുതായിട്ട് വീണ്ടും ഹോളുകൾ ഇട്ട് കാണാം. അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത കോൺക്രീറ്റ് ആണ് ഇതൊക്കെ. മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ച ആ സമയത്ത് വീണ്ടും പുതുതായിട്ട് ഹോളുകൾ ഇട്ടെടുത്ത് പുതുതായിട്ടൊക്കെ സേഫ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ക്രഷ് ബാരിയറിന് പെയിന്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെ പുതുതായിട്ട് ഇപ്പോൾ കുറച്ച് കാലം മുന്നേ കെട്ടിയതാണ്. ഇവിടെ ആയിരുന്നു താൽക്കാലികമായിട്ട് ഈ സർവീസ് റോഡിൽ നിന്നുള്ള വാഹനങ്ങളൊക്കെ ഇതുവഴിയായിരുന്നു ഹൈവേയിലേക്ക് കയറി വന്നതിൻ്റെ. ഇവിടെ കാണാം പുതിയ കോൺക്രീറ്റിന്റെ ഒരു കളർ മാറ്റം തന്നെ കാണാം. അവിടെ ആ കോൺക്രീറ്റ് മെഷീൻ വന്നതോടെ ആ ഭാഗത്തുള്ള വാഹനങ്ങളൊക്കെ വരിയായിട്ട് അവിടെ വെട്ട് കിടക്കുകയാണ്. അവിടെ കാണാം നമുക്ക് വാഹനങ്ങളൊക്കെ കൂട്ടായിട്ട് നിൽക്കുന്നത്. അവർ കോൺക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ഭാഗത്തൊരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള ഒരു ഭാഗം ഇവിടെ കാണാം. സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ പെയിന്റിങ് അവിടം വരെയുള്ള വർക്ക് കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷമായിരിക്കും ഇതിൻ്റെ മുകളിൽ പെയിന്റിങ്ങും ഫിനിഷിങ് വർക്കൊക്കെ ചെയ്യാം. ഇവിടെ വരെ സർവീസ് റോഡിൽ ലൈൻ മാർക്കിംഗ് വരെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പൈങ്കണ്ണൂർ ഭാഗത്തു നിന്നുള്ള ഒരു പുതിയൊരു മാറ്റങ്ങളുള്ള കാഴ്ച. ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ കട്ട വിരിക്കുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഫുള്ളായിട്ടൊന്നും ആയിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഇല്ല എന്ന് തോന്നുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് ഇവിടം വരെ കാണുന്നുള്ളൂ. അത്രയും ഭാഗത്ത് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പും അവിടെ കാണുന്നുള്ളൂ.
അപ്പൊ അവിടെയൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട്. മുൻഭാഗത്ത് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഈ ഭാഗത്താണ് പൈങ്കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ വാഹനങ്ങൾ ഹൈവേക്ക് കയറി വരുന്ന ഒരു ഭാഗം. ഇവിടെ ഒരു ഹമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡില് കാണാം. അതുകൊണ്ടാണ് വാഹനങ്ങളൊന്ന് സ്ലോ ആയത്. സൈഡില് ഇവിടെയും കുറച്ച് ഭാഗത്തൊക്കെ കട്ട വെച്ചുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒരു ക്ലിയർ ആയിട്ടില്ല, വലിയൊരു ക്ലിയറിങ് ആയിട്ട് തോന്നുന്നില്ല. ഇവിടെ ഒരു ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ചാർജ് ചെയ്യാനുള്ള ഒരു സ്പോട്ടും കൂടെ ഉണ്ട്. ആ ഭാഗത്ത് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സിറ്റ് ആ ഭാഗത്തുണ്ട്. അപ്പുറത്ത് അവിടെ കാണാം നമുക്ക് ഒരു മഞ്ഞ പെയിന്റ് ഒക്കെ അവസാനിക്കുന്ന ഭാഗം. ഇതാണ് കുറ്റിപ്പുറം ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങള്. ആ കാറ് പോകുന്നത് പോലെ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നത്. അധിക പേരും വാഹനം വേഗത്തിൽ വരുമ്പോൾ പെട്ടെന്നാണ് ഇത് കാണുന്നത്, ഇവിടെ നിന്നുള്ള എക്സിറ്റ് കാണുന്നത്. ആ സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് വളച്ചെടുക്കുന്ന ഒരു പ്രവണത ഉണ്ട്. അതൊക്കെ ഭയങ്കര അപകടം വരുത്തുന്ന ഒരു കാഴ്ചയാണ്. ഈ ഭാഗത്തൊക്കെ മുന്നേ തന്നെ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഫൈബറിന്റെ ക്രാഷ് ബാരിയർ കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് പുറത്ത് പോകാൻ പാടുള്ളൂ. അതിനുള്ള സൂചനകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കാം വേഗത്തിൽ പോയിട്ട് പെട്ടെന്ന് വളച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ അപകടങ്ങൾ വരാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പൊ നമുക്ക് പാണ്ഡികശാല ഭാഗത്തേക്ക് പോയി നോക്കാം. ഇങ്ങനെയുള്ള ചാർജിങ് സ്റ്റേഷനുകൾ എല്ലായിടത്തും വന്നാൽ വളരെ നല്ലതായിരിക്കും. വാഹനങ്ങൾ കുറേ അധികം വാഹനങ്ങളും ഇപ്പോൾ ഇലക്ട്രിക് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും വന്നു കഴിഞ്ഞാൽ ചാർജിങ്ങിന് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇവിടെ നല്ല രീതിയിലൊക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്പോട്ട് ഇവിടെ ഒരു കടൻ്റെ മുന്നിലാണ് വണ്ടി നിർത്തുന്നത്. എന്താണെന്നറിയില്ല, ഇങ്ങനെ ആയി കഴിഞ്ഞാൽ വാഹനങ്ങൾ നിർത്തുമ്പോൾ ആ ഷട്ടറുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ പാണ്ഡികശാല ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിൽ കാണുന്ന പാണ്ഡികശാലയുള്ള ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ കമന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ വരുമ്പോൾ പുതുതായിട്ടുള്ള മാറ്റങ്ങൾ എന്താ പറഞ്ഞാല് ക്രാഷ് ബാരിയർ ഹൈറ്റ് കുറവായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഇതിന്റെ മുകളിൽ എക്സ്ട്രാ ആയിട്ട് ക്രാഷ് ബാരിയറിന്റെ വർക്ക് നടക്കുന്നത് കാണാം. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇവിടെ ആ ഭാഗത്ത് എന്തോന്നറിയില്ല, തോട്ടത്തിലൊക്കെ കുറേ ഭാഗത്ത് വെള്ളം ഇങ്ങനെ കയറിയ പോലെ അവിടെ ഒരു ചെറിയൊരു പാടം പോലെ ഉള്ളൊരു ഇത് കാണുന്നുണ്ട്. അവിടുന്ന് വരുന്ന വെള്ളമാണ്. അതുകൊണ്ട് അവിടെ ഒരു തോട്ടിൽ കൂടെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിന്റെ മുകളിലാണ് ഞാനിപ്പോൾ കയറി നിൽക്കുന്നത്. അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട്. ആ ഡ്രെയിനേജിലൂടെ ഒഴുകി പോകുന്നുണ്ട് വെള്ളം. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് അതിനെ കറക്റ്റായി അറിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈഡ് വരുന്ന ഭാഗത്തും ഫുട്പാത്തിന്റെ ഭാഗത്തൊക്കെ കട്ട വിരിച്ചിട്ടുണ്ട്. അതൊന്നും ക്ലിയർ ആയിട്ടില്ല, വർക്ക് ക്ലിയർ ആയിട്ട് കഴിഞ്ഞിട്ടില്ല. കുറേ ഭാഗത്ത് മണ്ണൊക്കെ വീണ്ടും അതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. നടപ്പാതയിൽ തന്നെ അവർ ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ വെച്ച് കാണുന്നുണ്ട്. ഇവിടെയൊക്കെ പെയിന്റിങ് ചെയ്തതിൻ്റെ ശേഷമാണ് വീണ്ടും ഇവർ ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഇപ്പോൾ ഒരാളെ ചെസ്റ്റിൻ്റെ ഒക്കെ ഹൈറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ കാണാം കോൺക്രീറ്റ് ഇത് പുതുതായിട്ട് വീണ്ടും സ്റ്റോപ്പ് അങ്ങനെയുള്ള ബോർഡുകളൊക്കെ വെച്ചത്. ഇവിടെ കണ്ടില്ലേ, കട്ട വിരിച്ചത് ഒന്നൊരു ക്ലിയർ ആയിട്ടില്ല. സൈഡിലൊക്കെ വീണ്ടും അതിൻ്റെ ശേഷം മണ്ണെടുത്ത് മാറ്റി പോയിട്ടുണ്ട്. അങ്ങനെയുള്ളതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി അവിടെ അതിൻ്റെ സൈഡിലൊക്കെ കോൺക്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ ബലപ്പെടുത്താനൊക്കെ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക.
ഇവിടം വരെയാണ് ഇപ്പോൾ ഇവര് വർക്ക് ചെയ്തിട്ടുള്ളത്. കാണാം, ഇപ്പോൾ ഇത് പുതുതായിട്ട് കോൺക്രീറ്റ് ചെയ്തതാണ്. അതായത് പുതിയ കോൺക്രീറ്റ് ആണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു രീതിയിലാണ്, ഡിസൈനിലാണ് ഇവർ കമ്പിയൊക്കെ കൊടുക്കുന്നത്. ഡ്രില്ല് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ ഡ്രില്ലൊക്കെ ചെയ്തിട്ട് കമ്പി കെട്ടുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. കുറേശ്ശെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ താഴ്ന്നു പോകുന്ന രീതിയിലാണ് അവർ ചെയ്യുന്ന വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അങ്ങനെ ചെയ്യാനുള്ള തോന്നുന്ന ആ ഭാഗത്തും വീതി കുറവാണ്, ഹൈറ്റ് കുറവാണ്. ഇവിടെ കുറച്ച് താഴെ ഹൈറ്റ് കുറവുള്ള ക്രാഷ് ബാരിയറാണ് ഈ ഭാഗത്തൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നല്ല ആഴമുള്ളൊരു ഭാഗമാണ് ആ സൈഡിലേക്ക്. അപ്പോൾ ആ ഭാഗത്തേക്കും നല്ല ഹൈറ്റുള്ള ക്രാഷ് ബാരിയർ വേണ്ടി വരും. ഇവിടെ കാണാം, ഇത്രയും ഭാഗത്താണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഇവിടെയും ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഇവിടെ വർക്കൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. ഇവിടെ സെൻറ്ററിലുള്ള ഈ അണ്ടർപാസിൻ്റെ ഭാഗത്ത് ഒരു നല്ല കനമുള്ള ഒരു രീതിയിലാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സെൻറ്ററിൽ വരുമ്പോൾ കാണാം, കണ്ടില്ലേ, ഇവിടെ നല്ല വീതിയിൽ കനത്തിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ഭാഗത്തും പല രീതിയിലും അങ്ങനെയുള്ളൊക്കെ ഒരു ഡിസൈനിലാണ് വർക്കുകൾ ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ ഭാഗത്തും എടുത്ത ഭാഗത്തേനെ ഫിനിഷിങ് ആയിട്ടില്ല. കുറേ പേര് കമൻറ്റിലൂടെ ഒക്കെ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ഫിനിഷിങ് ചെയ്യാത്തത്. വർക്കുകൾ എല്ലാ ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫിനിഷിങ് വർക്കുകൾ വളരെ കുറച്ചാണ് ഫിനിഷിങ് ചെയ്തിട്ടുള്ളത്. ഇവർ വർക്കും പല ഭാഗത്തും അങ്ങനെ ഒരു ഫിനിഷിങ് ആയിട്ടില്ല. ഞാനിപ്പോൾ കംപ്ലൈൻറ്റ് പറയല്ല, ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ പറഞ്ഞൊരു കാര്യം പറയണേ. ഇതിൻ്റെ മുകളിലൊക്കെ കമ്പി പൊങ്ങി കിടക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്തെടുത്ത ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് പാണ്ഡികശാല. ആ പോസ്റ്റ് വരുന്ന ആ ഭാഗത്ത്, ലൈറ്റിൻ്റെ കാല് വരുന്ന ഭാഗത്ത് വളരെ ചെറിയൊരു ഹൈറ്റിലാണ് അവിടെ ക്രഷ് ബാരിയർ വന്നിട്ടുള്ളത്. കണ്ടില്ലേ, അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ ഹൈറ്റ് കുറവാണ്. അവിടെയൊക്കെ താഴ്ന്ന ഭാഗമാണ്, അതിൻ്റെ നല്ല ആഴമുള്ള ഭാഗമാണ്. അപ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. മൂടാല് ഭാഗത്തേക്ക് ഞാൻ പോകാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു, നമുക്ക് പോയി നോക്കാം ആ ഭാഗത്തേക്ക്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിൻ്റെ സ്പോട്ടായി മാറിയിട്ടുണ്ട്. പൈപ്പിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ബോട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ വെള്ളം നിറച്ചിട്ട് കുടിക്കാനുള്ള വെള്ളം ഇവിടുന്ന് എടുത്താൽ മതിയെന്ന്. ഈ കുന്നിൻ പ്രദേശം വരുന്ന ഈ ഭാഗത്തായിരുന്നു കുറച്ച് ടൈം എടുത്തൊക്കെ വർക്ക് നടന്ന ഒരു ഭാഗം. അപ്പൊ ഇവിടെ ഈ ഭാഗത്ത് ഇനിയും കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നത്. ഇവിടെ കാണാം റോഡിന്റെ സൈഡ് ഇങ്ങനെയാണ് ഇതൊരു പഞ്ചായത്ത് റോഡിനെ പോലെയാണ് ഇവിടെ തോന്നുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്, ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ ഇവിടെ ഒരു വലിയൊരു താഴ്ന്നൊരു ഭാഗം കൂടെ ആയിരുന്നു. ഇവിടെയൊക്കെ മണ്ണിട്ട് പൊക്കി അങ്ങനെയാണ് ഹൈവേ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. പഴയ ഹൈവേ അതുവഴിയായിരുന്നു, ആ വഴി കൂടെയാണ് ഇപ്പൊ സർവീസ് റോഡ് കടന്നു പോകുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്തൂടെ. അപ്പൊ ഈ ഭാഗത്തൊക്കെ ലൈറ്റിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കുറെ ഭാഗത്തൊക്കെ ലൈറ്റിന്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കോട്ടക്കൽ ബൈപ്പാസിലൊക്കെ ലൈറ്റിന്റെ വർക്കുകൾ തുടങ്ങിയത് നമ്മൾ കാണിച്ചിരുന്നു. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ ഹൈവേ അപ്ഡേറ്റുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.